ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ രണ്ട് ദിവസമല്ല, കുറച്ച് ദിവസമായി എഴുതിയിട്ടിട്ട് നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സ്കൂളിൽ പോകണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ അൽഗോരിതം അങ്ങനെ ആയിരിക്കും. വർക്കിംഗ് ഡേയ്സിലൊക്കെ ഞാൻ അവധി ഉണ്ടെങ്കിൽ അന്നിടും, അല്ലാത്തപ്പം ശനി ഞായർ വെള്ളിയാഴ്ച ചിലപ്പോൾ വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എൻ്റെ വീടിൻ്റെ ഇത്രയും സെറ്റ് ചെയ്തിട്ട് പിന്നെ ഓരോ ബോർഡ് എഴുതി വെച്ചിട്ട് അവിടെ സാധനങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ 2-3 എപ്പിസോഡായിട്ട് പറയുന്നു നെതറിൽ പോകുമെന്ന്. ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇതുവരെ പോകാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ പോകാൻ പോവാണ്. അതിനായിട്ട് നേരത്തെ ഇച്ചിരി ലാഭ അഴിച്ച് വെച്ചിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് പോയിട്ട് അതങ്ങ് എടുത്തുകൊണ്ട് വരിക, അത്രേ ഉള്ളൂ നമ്മുടെ പണി. ഇതിൻ്റെ ഒരു സൂടൂടെ അത്യാവശ്യമായിട്ട് വേണ്ടി വരും. കാരണം ലവന്മാർ അവിടെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല പണി വരും. ഇത്ര സാധനം മതി. ഈ പിക്കാക്സ് കളഞ്ഞു പോലെ. അതങ്ങനെ ചത്തേ. നമ്മുടെ കുഴി എന്ന് പറയുന്നത് ഇവിടെ ഏത് ഭാഗത്തായിരുന്നു അത് കറക്റ്റ്? ഈ ഒരു ഭാഗത്ത്. അപ്പം നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ ആയിരുന്നു, അത് അപ്പുറത്തെ സൈഡിലായിരുന്നു. ഇവിടെ ഞാൻ നേരത്തെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കൊത്തിയെടുക്കാം. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം. ഇത്തിരി സമയം എടുക്കും. നമ്മൾ എൻ്റെ കയ്യിലിപ്പം 8 ഉണ്ട്. ഈ അപ്പുറത്തെ സൈഡിലൂടെ നമ്മൾ വെച്ചായിരുന്നല്ലോ, അവിടെ പോയി നോക്കട്ടെ. അപ്പുറത്തെ സൈഡിലൂടെ വെച്ചായിരുന്നു ഞാൻ. അവിടെ ഇനി ഇരിക്കും, വെള്ളം ഒഴിച്ചിട്ടില്ലല്ലേ. ഇതുകൂടെ നമുക്ക് എടുക്കണം. അയനുണ്ടല്ലോ. ഇനിയുണ്ടോ? മുകളിലോട്ട് കയറി പോവാം. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഒഴിച്ചെടുക്കാം. വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് തന്നെ ഒഴിക്കണം. അല്ല, ഈ സൈഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മൂഞ്ചി പോവും. കണ്ടോ? ഇത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ടോർച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് ഇനി ഇതെല്ലാം നമുക്കിപ്പോൾ 8 ഉണ്ടല്ലോ, 9 മതി അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ 10 ഒബ്സിഡിയൻ ആയിട്ടുണ്ട്. ബാക്കി ഇനി ഇവിടെ കിടക്കും, അതവിടെ കിടക്കട്ടെ. നമുക്ക് പിന്നെ വന്നെടുക്കാം. നമുക്ക് ഇനി നേരെ ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് നേരെ പോർട്ടൽ ഉണ്ടാക്കി അങ്ങ് പോകാം. അതിൽ കൂടുതൽ ഇനി ഒന്നുമില്ല. നമ്മുടെ വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ, അല്ല തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് പോർട്ടൽ ഉണ്ടാക്കണോ നോക്കട്ടെ. നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗത്ത് വെച്ച് ഈ ഒരു ഭാഗത്തും ഉണ്ടാക്കതല്ലേ ഡോറ് വച്ചിട്ട്. ഇവിടെ അവന്മാരുണ്ട്. അവന്മാരുടെ സൗണ്ട് കേൾക്കുന്നു. ഇവന്മാരല്ലേ എൻ്റെ വീടിൻ്റെ തണലിൻ്റെ അവിടെ കയറി ഇരുന്ന് സൂചിക്കുക. അവിടെ ഇരിക്കട്ടെ. ഈ ഭാഗത്തോട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അതാണ് നമ്മുടെ പണി. അതിനായിട്ട് നമ്മുടെ കുറച്ച് നോർമൽ ബ്ലോക്കുകൂടെ വേണം. 4 നോർമൽ ഒരു ഡേർട്ട് വേണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് 2 എണ്ണം. എന്നിട്ട് ഇവിടോട്ട് ഒരെണ്ണം വെച്ചിട്ട് 1 2 3 ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് 1 2 3 എന്നിട്ട് ഇതിവിടെ വെച്ചിട്ട് നമ്മുടെ ഫ്ലിന്റ് സ്റ്റീലും ഉണ്ടോ നോക്കണമല്ലോ. ഫ്ലിന്റ് ആൻഡ് സ്കെലിറ്റൻ എവിടെ നടക്കുന്നത്? ഇവന്മാരെന്തോ ശല്യമാന്ന് പറ. ഇവിടെ ഉണ്ട് നടക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ വരച്ചത് കയറിയോ അങ്ങനെ? ഹലോ, അവൻ എവിടെയെങ്കിലൊക്കെ ഇരിക്കട്ടെ. നമ്മുടെ പോർട്ടലിൻ്റെ പണി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തോട്ട് പോകാനായിട്ട് എൻ്റെ കയ്യിൽ ഫ്ലിന്റ് ആൻഡ് സ്റ്റീല് അയനുണ്ട്. ഫ്ലിന്റ് ഉണ്ടോ? ഫ്ലിന്റ് ഇല്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. അയ്യോ, ഫ്ലിന്റ് ഇല്ല. അയണ്ടിരിക്കുന്നു. ഇനി ഒരയണം കൂടെ എടുത്തേക്കാം. ഒരെണ്ണം വന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് അതേണ്ടേ. ഇത്രേ ഉള്ളു കാര്യം. ഇനി നമുക്ക് ബാക്കി ഇനി വേണ്ടാത്ത സാധനം എല്ലാം എടുത്ത് വെച്ചേക്കാം. ഈ നോട്ടെ, നമ്മൾ നെതറിലോട്ടാണ് പോകുന്നത്. കുഞ്ഞോളി എൻ്റെ ഗോൾഡിൻ്റെ ഒരു സാധനം പോലും ഇല്ല. ഇതൊക്കെ വെച്ചങ്ങോട്ട് ചെല്ലാം.
നമുക്ക് ഇതിൻ്റെ ഡയമണ്ടിൻ്റെ അവിടെ ഇരിക്കട്ടെ. ഈ 2 സോഡ് കൂടെ വെച്ചില്ല. ഓക്കെ സുഹൃത്തുക്കളെ, ഞാൻ ഗോൾഡിൻ്റെ ഒരു ആർമർ ഇല്ലാതെ പോകുന്നത് എനിക്ക് സേഫ് അല്ല. അത് ഉറപ്പായിട്ട് സേഫ് അല്ല. ഈ സ്കെലിറ്റൻ എന്നെ പേടിപ്പിക്കുക. ഇവിടെ കൊണ്ട് തിരിച്ചാട്ട്. യെസ്, ആയിട്ടുണ്ട് പോർട്ടല്. ഉണ്ട്, ഇവിടെ കത്തി നിൽക്കുന്നുണ്ട്. നമുക്ക് നേരെ ഇതിനകത്തേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഹാങ് അടിക്കൂ. പോർട്ടലിൽ കയറുമ്പോൾ ഹാങ് അടിക്കുന്നുണ്ടല്ലോ. ഹലോ. ഓക്കെ, നമ്മൾ മുണങ്ങിയ സ്ഥലത്ത് തന്നെ. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തന്നെ പോവാം. ഇപ്പം എന്തായാലും എൻ്റെ വേണ്ട സാധനമല്ല, ഭയങ്കര ഒട്ടും സേഫ് അല്ല. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോലെ പോർട്ടല് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈനിങ്ങിന് പോയിട്ട് ഡയമണ്ട് ആർമറോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് എന്തെങ്കിലും വെച്ച് സെറ്റ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. കാരണം എനിക്ക് കണ്ടിട്ട് തന്നെ പേടി വരുന്നോ, ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ. എല്ലാവരും പോർട്ടല് കാണിച്ചിട്ട് മറ്റേ പിഗ്ലിങ്സിലെ അവന്മാരെയാണ് എനിക്ക് ശരിക്കും പേടി. അവിടെ ഈ തണ്ടി ഇവിടെ അങ്ങനെ നടക്കൊരു. ഓക്കെ, അപ്പൊ അവനെ തീർത്തിടത്തല്ലേ കിട്ടിയോടെ. ഓക്കെ, നമുക്ക് ഇനി എവിടുന്ന് മൈനിങ്ങിന് പോവും? ഇവിടെ കണ്ടൊക്കെ ആണൊക്കെ സ്പോണായോ? ഇവിടെ നമുക്ക് മൈനിങ്ങിന് പോവാം. പിക്കാക്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മൈൻ ചെയ്ത് തുടങ്ങാം. കാരണം നമ്മളല്ലാതെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒട്ടും സേഫ് അല്ല. മനസ്സിലായില്ലേ? നമ്മൾ ചുമ്മാ അങ്ങോട്ട് കയറി ചെന്നാൽ അവന്മാര് അയ്യോ ഞാൻ അങ്ങനെ തിരിച്ചു കയറും. ചുമ്മാ അങ്ങോട്ട് കയറി ചെന്നാലേ പണിയെ നല്ലതായിട്ട് വാളും. ഒട്ടും സേഫ് അല്ലേ. അതുകൊണ്ട് ഡയമണ്ട് ടൂൾസ് മെയിനായിട്ടും നമുക്ക് അതാണ് അത്യാവശ്യം. തെറ്റിപ്പോയി. ഓക്കെ, മേലെത്തിയിട്ടുണ്ട്. രാവിലെയാണ്. ഡയമണ്ട് ആർമറിന് നമുക്ക് ഫുഡ് ഒട്ടുമില്ല എൻ്റെ കയ്യിൽ. ക്യാരറ്റ് അത്ര ഇരിപ്പുണ്ട്. ഇതിനകത്ത് നമുക്ക് ചൂടാക്കുള്ള നമ്മുടെ പിന്നെ നമുക്ക് പിക്കാക്സ് കോപ്പറിൻ്റെ അയണിൻ്റെ പിക്കാക്സ് വേണം. ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, നമുക്ക് പെട്ടെന്ന് മുറിക്കണം. അതുകൊണ്ട് അത് മെയിനായിട്ട് മതി വരും. പിന്നെ ഇതും ഈ സാധനം അവിടെ തിരിച്ചു വെച്ചേക്കാം. ഇപ്പം നമുക്ക് വേണ്ട, ഈ ആരും ഇരുന്നാട്ടെ. നമ്മൾ എങ്ങോട്ടൊക്കെ പോകും ദൈവമേ, ഡയമണ്ട് കിട്ടണേ പ്രാർത്ഥിച്ചോണ്ടാണ് ഞാൻ. സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളെ ഈ ഷീൽഡിൻ്റെ ഇരുന്നോട്ടെ അല്ലേ. ഞാൻ ഷവൽ എടുത്തിരുന്ന ലാവ ബക്കറ്റൊക്കെ ഞാൻ എന്തിനെടുത്തോണ്ട് വന്നത്? അതിന് പണിയാവോ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ? അറിയാനൊക്കത്തില്ല. കാരണം നമ്മളറിയാതെ തന്നെ ലാവ ഒഴിച്ചു പോയാലേ പണി കിട്ടും. എൻ്റെ ഡയമണ്ട് എല്ലാം പോകും. അതുകൊണ്ട് തന്നെ ഇരുന്നോട്ടെ. വെള്ളം നമുക്ക് മെയിനായിട്ടും വേണം. അഥവാ എവിടെയെങ്കിലും തീയിൽ പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട്. ഓക്കെ, നമുക്ക് അതായത് ഇത്രയും പിക്കാക്സ് ഇവിടെ മതിയാവോ? ഞാൻ ഒരു പിക്കാക്സ് കൂടെ എടുത്തിട്ടുണ്ട്. അല്ലേ, കുറച്ച് പിക്കാക്സ് ഏറെ, ഒന്നല്ല കുറച്ച് എടുത്തിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് ഒരു ലൈഫ് തീരാറായ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഷവല് വരത്തില്ലല്ലോ. ഓക്കെ, ഇത് വെച്ച് തുടങ്ങാം. താഴോട്ടങ്ങ് പോവാണ്. എന്തെങ്കിലും കിട്ടിയാൽ മതി. മെയിനായിട്ടും ഡയമണ്ട്സ് ആണ് ആവശ്യം വരുന്നത്. താഴോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്ന് അറിയത്തില്ല. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും സബ് ചെയ്യുന്നില്ല. എന്താ പ്ലീസ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാകുന്നില്ലേ? അല്ലെ വ്യൂസ് ഒക്കെ ഉണ്ടോ? അതിലെനിക്ക് ഹാപ്പി. പറയുന്നതിൻ്റെ കൂടെ തന്നെ സാധനം കിട്ടി.
ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇവിടെ. ഓ ഇത്രയാണോ? ഓക്കെ, ഇനി നമുക്ക് 7 അയൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ താഴോട്ട് പോകാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. നമുക്ക് ആവശ്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ. ആവശ്യം ഉണ്ടല്ലോ എന്തായാലും എൻ്റെ വീഡിയോസ്. അടുത്ത എൻ്റെ ദൈവമേ, അതിൻ്റെ ബേളമാണോ? ഇനിയുണ്ടോ? ഇനിയുണ്ടോ? ഓക്കെ, സംഭവം അയൺ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. കറക്റ്റ് മനസ്സിലാവുന്നില്ല. അത് പൊട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്ത അയൺ. മോനെ ഇഷ്ടം പോലെ അയണുണ്ട്. ഇത്രേ ഉള്ളൂ ഇവിടെ. എന്തായാലും കിട്ടുന്നുണ്ടല്ലോ. താഴോട്ടൊക്കെ പോവാണ്. ഏതെങ്കിലും ലോകത്തേക്ക് നമ്മൾ ചെല്ലും. സബ്സ്ക്രൈബ് മൈ വീഡിയോ പ്ലീസ്. നമ്മൾ സബ്സ്ക്രൈബ്, നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റൊക്കെ 2 മില്യണൊക്കെ അടിച്ച്. വേണ്ട, അടുത്ത പയ്യ സീരല്ലേ ഗെയിം തെറാപ്പിസ്റ്റ്. നമ്മുടെ കോള് ഒരുപാട് കിട്ടുന്നുണ്ട്. ഈ ജാവ എഡിഷനിൽ എനിക്കൊന്ന് കോളാണെന്ന് തോന്നുന്നു മെയിൻ കിട്ടുന്നത് കൂടുതൽ. എനിക്ക് അങ്ങനെ തോന്നുന്നത്. എപ്പോൾ മൈനിങ്ങിന് ഇറങ്ങിയാലും കോളില്ലാതെ ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. ഒരു കോളെങ്കിലും ഇല്ലാതെ. ഇതെല്ലാം എടുത്തിരുമ്പോൾ കുറേ സമയമാവും. എൻഡർമാൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്ന ഇവിടെ വല്ലതും ഉണ്ടോ? എൻ്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അവൻ കൊല്ലും. അതാണ് അവൻ്റെ ജോലി. ഓപ്സിനെയൊക്കെ മോജാൻ കൊണ്ടാക്കി അങ്ങ് വെക്കും, നമ്മളെല്ലാം സഹിക്കും. അടുത്തേ വീണ്ടും എൻഡർമാൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഓരോരോ അയണായിട്ട് എങ്ങനെ. എൻഡർമാനെ, എൻ്റെ അടുത്ത് വല്ലതും ഉണ്ടോ? എടാ, ഇവൻ എൻ്റെ അടുത്തെങ്ങാണ്ടുണ്ടല്ലോ. അവൻ്റെ സൗണ്ട് നല്ലതായിട്ട് കേൾക്കുന്നുണ്ട്. അല്ല, അവനോട് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ താഴോട്ട് വിളിച്ച് പേടിപ്പിക്കുക. സോലി, ഇത് നമുക്ക് വേണ്ടി വരും. എനിക്ക് അയൺ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻചാൻറ്റഡ് സെറ്റൊക്കെ ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ട് നമ്മൾ ആ സെറ്റ് ചെയ്യും. അതാണ് എനിക്കൊരു ഇഷ്ടം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻചാൻറ്റിങ്ങിൻ്റെ സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് പിക്കാക്സ് കൊണ്ട് കാണാൻ പറ്റിക്കണ്ടേ. ഇഷ്ടം പോലെ ലാപ്പീസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ലാപ്പീസ് കിട്ടി. ഇനി നമുക്ക് താഴോട്ട് പോവാം. ലാപ്പീസ് ലസൂൽ ജസ്റ്റ് വിളിച്ചെടുത്തു. എൻ്റെ പേടിച്ചു പോയി ഞാൻ. ജസ്റ്റ് പ്ലേറ്റ് ആയിരുന്നു. ഡയറക്റ്റ് ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ. അതെന്തോ സംശയമാ. നമ്മൾ ഉദ്ദേശിച്ച സാധനം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയൺ പിക്കാക്സ് ഇനിയുണ്ടോ? വണ്ടർഫുൾ. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. ഇത് വണ്ടർഫുൾ തന്നെ. ഇത് കൂടുതൽ എന്തോ വേണം നമുക്ക്. ഇനി ഇത്ര മതി. ഇതും കൊണ്ട് തിരിച്ചു പോവാം. ഇച്ചിരി അയനോട്ടിരിപ്പുണ്ട്. ഇതൊക്കെ എവിടേക്ക് വന്നെന്ന് അറിയത്തില്ലല്ലോ. ഇഷ്ടംപോലെ ഐറ്റംസാ. ഇത്രയും മതി നമുക്കിപ്പോൾ. എത്ര സംഭവം കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ്. നമുക്ക് ആ സാധനം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മേലോട്ട് പോവാം. ഇത്ര സാധനത്തിനാണ് ഞാൻ ഇവിടെ വരെ വന്നത്. എത്ര? 9 ഡയമണ്ട്. കുറഞ്ഞു പോയോ എന്ന് തോന്നുന്നു എനിക്ക്. അത്ര ഉണ്ടല്ലോ, അത് മതി. അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ കണ്ടൊരു അയനുണ്ടോ? ഇത് ഞാൻ കണ്ടില്ലല്ലോ. കുഴപ്പമില്ല. നമുക്ക് എൻചാൻറ്റ് സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ അവിടെ ഡയമണ്ട് സോഡിലും നല്ല അയൺ സോഡുടെ പുതിയതായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എൻചാൻറ്റ് ടേബിൾ ഉണ്ടാക്കാം. അതാണിപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട. എന്നാലും എൻ്റെ ലാപ്പീസ് ഉണ്ടല്ലോ, 31 ലാപ്പീസ് ഉണ്ട്. നമുക്ക് അത് വെച്ചിട്ട് എല്ലാം എൻചാൻറ്റ് ചെയ്തെടുക്കാം. അല്ല, ബുക്കൊക്കെ കിട്ടാൻ ഇവിടെ ഭയങ്കര പാടാ. ലെഫ്റ്റ് ഹാൻഡ് ഒക്കെ ഉണ്ടാക്കണ്ടേ.
ബ്രീഡിംഗ് സ്റ്റേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ നോക്കും. അത് വരെ ഇച്ചിരി പണിയായിരിക്കും. ഇപ്പം എന്തായാലും 50 ഡയമണ്ട് ഉണ്ട്, അതിന് 3 ഡയമണ്ട് പോവായിരിക്കും അല്ലേ? 3 ഡയമണ്ട് അപ്പോൾ പോവും, അത് കുഴപ്പമില്ല. അപ്പോൾ ബാക്കി 6 ഡയമണ്ട് കണ്ടില്ലേ, അത് ഉപയോഗിച്ച് നമുക്ക് സെറ്റപ്പ് ചെയ്യണം. എപ്പം വേളി ചെല്ലുമെന്തോ. വേളെത്തി നമ്മൾ നമ്മുടെ ഇതുകൂടെ എടുത്ത് കൈ വെച്ചേക്കാം. നമ്മൾ വെള്ളെത്തിയിട്ടുണ്ട്. എനിക്ക് ശബ്ദങ്ങളൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ. ഓക്കെ, നമ്മുടെ മൈനിങ് ഏരിയ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ എത്ര ഡയമണ്ടുമായിട്ടാണ്, എത്ര ഡയമണ്ട് ഉണ്ട് എന്തെങ്കിലും? എത്ര ഡയമണ്ട് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്? എത്ര ഡയമണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പം? ലെൻഡർമാൻ തോണ്ട് അവിടെ. ലെൻഡർമാൻ അല്ല, ഇത് ഇറക്കൽ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇറങ്ങാം. ഓ, മോൺസ്റ്റേഴ്സ് നിയർ ബൈ. നമുക്ക് ഉള്ള ചൂടാക്കാൻ വയ്ക്കാം. അതിങ്ങോട്ടിരിക്കട്ടെ, ചൂടാക്കാൻ വയ്ക്കാം. നമ്മുടെ എൻചാൻറ്റിംഗ് ടേബിൾ ചെയ്യാനായിട്ട് ഡയമണ്ട് 2 എണ്ണം, ഒരു ബുക്ക്, ഒബ്സിഡിയൻ അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ബുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനം എന്തൊക്കെയാ നോക്കട്ടെ. ഇതെന്തോ സാധനം കാണിക്കത്തില്ലല്ലോ ബുക്ക്. നമുക്ക് ഷുഗർ കെയിൻ വേണ്ടി വരും, കാരണം പേപ്പർ ഉണ്ടാക്കണ്ടേ. അത് ഷുഗർ കേനൊക്കെ ആയിരുന്നു സെറ്റിങ്സ് ഒക്കെ. പേപ്പർ കാണിക്കുന്നില്ലല്ലോ. അത് കാണിക്കണ്ടല്ലേ ബുക്ക്? ഇല്ല, ഇപ്പൊ കാണിക്കുന്നില്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല. ബുക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനം എന്തൊക്കെ? ലെതർ വേണ്ടി വരുമായിരിക്കുമോ? കിടന്ന് ഉറങ്ങാനും പറ്റുന്നില്ല ഇവന്മാര് കാരണം. ബുക്കൊക്കെ എങ്ങനെ കാര്യം ചെയ്യാം. നമ്മുടെ ഇപ്പൊ കിട്ടിയ സാധനം ഒരു ഡയമണ്ട് അവിടെ വെച്ചിട്ട് ഇതൊക്കെ ഒട്ടിക്കട്ടെ. ഈ അവന്മാരെ ഒന്ന് തീർത്തിട്ട് വരട്ടെ. ഇവിടെ ഭയങ്കര ശല്യവ. ഫുഡ് കഴിക്കട്ടെ. ഫുഡ് ഇപ്പുറത്തിട്ടൊക്കെ കിടക്കാൻ പറ്റുമോ ഇവന്മാര്? അത് മതി. എന്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ അറിയാതെ ഇങ്ങനെ സർവൈവൽ സ്പെക്ടർ F3, ഞാൻ ഈ F5 ഞെക്കുമ്പോ അങ്ങനെ ആവുന്നത്. അവരൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട്. ആരാണോ കത്തുന്നേ? അയൻ ചോട് കൊണ്ട് നിൽക്കുന്നവൻ. അവനെ കൊന്നൊടുക്കി. ഇനി ഈ സാമാനത്തിനെ കൊല്ലണമല്ലോ. ഈ സാധനത്തിനെ എങ്ങനെ കൊല്ലൂ? അവനെ കൊന്നു തീർത്തിട്ട് ഇനി നമുക്ക് ബുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഇവിടെ തൊട്ട് കടൽ തീരത്ത് അവിടെ പോയിട്ട് അതിനുള്ള സെറ്റപ്പ് ചെയ്യണം. അവിടെ കൃഷിയൊക്കെ പോന്നിട്ട് നമുക്ക് കടൽ തീരത്ത് കാണുമല്ലോ, അവിടെ പോയി സെറ്റാക്കാം. പറ സൗണ്ടിനൊക്കെ എന്താ വ്യത്യാസം? ഇപ്പുറത്തെ കരയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പ് ആക്കാമല്ലോ. ഫസ്റ്റ് ഷുഗർ കെയിൻ അല്ലേ? കോപ്പർ ഒക്കെ ഇരിക്കുന്നത് ഇവിടെ. ഇവിടൊക്കെ എന്തെങ്കിലും ഉണ്ടോ ബൈൻ ചെയ്ത? ഷുഗർ കെയിൻ എടുത്തോണ്ട് പോവാ. ഐലൻഡ് ആയിരുന്നില്ലേ? നല്ല ഐലൻഡ്. ഇത് കിട്ടിയില്ല തോന്നി. ഇവിടെ അതിനകത്ത് ആകെയുള്ള ഫിസിക്സ് ഷുഗർ കെയിൻ ആണ്. ഷുഗർ കെയിനും ബാമ്പുവിനും ഫിസിക്സ് ഉണ്ട്, കാരണം അത് അടിയിൽ വെട്ടി വീട്ടാ അതങ്ങ് വീണോളും.
ബാക്കി ഒന്നിനും ഫിസിക്സ് ഇല്ല, അതാ കുഴപ്പം. മൈൻക്രാഫ്റ്റിൽ ഫിസിക്സ് എന്ന് പറയുന്ന സംഭവം ഇല്ല. കെമിസ്ട്രി ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, വാട്ടറൊക്കെ റിയൽ ലൈഫ് പോലൊക്കെ. ഇത് മറ്റേ സാധനമല്ലേ? ഓടാ സ്ഥലം വിടറാ ഇവിടുന്ന്. ഓ രക്ഷപ്പെട്ട്. അവന്മാരെ തീർത്തില്ലല്ലോ നമ്മള്. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് ലെതറൂടെ വേണം, അതായത് സെറ്റാക്കാൻ പറ്റും. ലെതർ ഒപ്പിക്കാട്ട് പശുവിനെ ഇനി എവിടെ നിന്ന് ഒപ്പിക്കുമോ എന്തോ. പശു സാർ, മിസ്റ്റർ ലെതർ ലെതർ ലെതർ. പശുവിനെ എനിക്ക് എടുത്തില്ല. ആ സമയത്ത് മൊത്തം അല്ലാത്തപ്പോ ഇവിടെ കാണാം പശുവിനെ. അതിനെ ഇനി അവിടെ പോയി കണ്ടുപിടിക്കും. നമ്മൾ നടന്നത് ഇവിടെ വരെ എത്തി. എൻ്റെ വീട് കൊണ്ട് അപ്പുറത്തെ കരയില്ല. അപ്പുറത്തെ കരയല്ല, ഈ ഏരിയ തന്നെ അതെൻ്റെ വീട്. അപ്പുറത്തുണ്ട് ഒരു വലിയ ജംഗിൾ തന്നെ ഉണ്ട് അവിടെ. ഭയം ആ ബയോമേ പോക്കണം. പക്ഷെ എനിക്ക് പശു എന്തോ പറയാനെന്ന് പറ. പോയിസൺ. വെള്ളം ഒഴിച്ചാൽ മാറുന്നത്. ഞാനേ ആടിനെ തപ്പട്ടെ. എനിക്ക് ഇതുവരെ ഒരു പശുവിനെ കിട്ടിയില്ല. ഞാൻ ഇവിടെ എല്ലാം തപ്പി, ഒരു പശുവിനെ പോലും കാണാനില്ല. അപ്പം ഒരു എൻസാൻഡി കൊണ്ടൊക്കെ എനിക്ക് സൗകര്യമായിരുന്നു. എന്തായാലും ആ പശു എവിടാടാ കുട്ടാ, നീ ഒന്ന് വാടാ. ഇവനെ തപ്പി ഞാൻ അപ്പുറത്തെ കാട്ടി വല്ലം പോകേണ്ടി വരുമോ? അല്ലെങ്കിലും അല്ലാത്ത സമയത്ത് നോക്കുമ്പോൾ ഇവിടെ എല്ലാം കറങ്ങി നടക്കുന്നതാണ്. ആവശ്യമുള്ള പൈസ കൊണ്ടൊന്നും ഇവിടെ കാണത്തില്ല. എന്തോ ചെയ്യുന്നൊരു പിടിയില്ല. അത് ഞാൻ വിചാരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ നെതറൊക്കെ കണ്ടല്ലോ, ഇത്രയും സീഡില്ലേ, നമുക്കൊരു കൃഷി അങ്ങ് തുടങ്ങിയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പൊ തൽക്കാലം ഇല്ലെന്ന് തോന്നുന്നു. ഒരു ബ്ലോക്ക് എടുത്തിട്ട് നമുക്ക് അത് വെച്ച് ഞാൻ എല്ലാം ബ്ലോക്ക് ആക്കി വെച്ചേക്കുക. ഓഫർ എന്തിനാ? ഓക്കെ, നമുക്ക് സ്റ്റിക്ക് ഉണ്ടോ നോക്കട്ടെ. സ്റ്റിക്ക്, അയ്യോ എവിടെ തന്നെ. ഇതുകൊണ്ട് നമുക്കൊരു കലക്കാം. അയ്യോ ഹോ ഉണ്ടാക്കിയെടുക്കട്ടെ. ഹോ അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഹോയും കൂടെ തികയത്തില്ലല്ലോ, അപ്പൊ പിന്നെ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തേക്കാം. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് തടി ഓക്ക് പ്ലാങ്ക്സ് വയ്ക്കാം. തടിയൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇന്നങ്ങ് തീരത്തില്ല. എന്തായാലും ഇഷ്ടം പോലെ പ്ലാങ് ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അവിടെ കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങാൻ സമയമില്ല. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതെടുത്തിട്ട് നമ്മള് അതപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ റെഡിയാവും. ഫുഡ് വെച്ച് കഴിഞ്ഞാലേ ശരിയാകത്തില്ല ഇപ്പം. ഇങ്ങനെ വെച്ച് രാത്രിയാ പോയി കിടക്കാം. എനിക്ക് പശുവിനെ കിട്ടരുതേ. ഇത് ടൂൾസ് എല്ലാം എൻചാൻറ്റ് ചെയ്ത് എത്ര പോകാനുള്ള സെറ്റപ്പ് പകുതിയൊക്കെ ചെയ്ത് വെക്കരുത്. ഈ അയൺ ആർമറെങ്കിലും ഒന്ന് എൻചാൻറ്റ്. നമ്മൾ ഇവിടുത്തെ സെറ്റപ്പ് ആക്കി റെഡി. നമുക്ക് ഈ സാമാനം വെച്ച് ഇതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ പകുതി വീറ്റും പകുതി നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്ന്. ഇപ്പൊ വീറ്റ് എൻ്റെ ഉള്ളത് കൂടുതലും വെച്ച് നമുക്ക് ആദ്യം. ഓക്കെ, നമ്മൾ അച്ചീവ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇനി ഇതും നമുക്ക് വീറ്റ് വെക്കണം. പകുതി ക്യാരറ്റൂടെ മിക്സ് ചെയ്തിടാം. കുറച്ച് ക്യാരറ്റ് ഇട്ടിരുന്നോട്ടെ. ഇതെല്ലാം വൃത്തിയാക്കണം.
ക്യാരറ്റ് നമുക്ക് വേണ്ട ഈ ഒരു സൈഡിൽ ഇത്ര മതി. പിന്നെ ഓക്കെ, നമ്മുടെ ഫാം ഇവിടെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഒരു പശു കൂടെ വന്നിട്ടില്ല, ഇതുവരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കൊണ്ടാക്കാതെ വിചാരിച്ചപ്പോൾ സമ്മതിക്കത്തില്ല. ഒരു പശുവിനെ കൊന്ന് എന്നിട്ട് ഞാൻ 2 ലെതർ എടുത്ത് എന്നിട്ട് ആ മീറ്റ് ഞാൻ കളഞ്ഞ്. അല്ലേ, എനിക്ക് ആ മീറ്റ് വേണ്ട, ഇത് മതി നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഡയമണ്ട് ഇപ്പോൾ ഓടിക്കട്ടെ. അപ്പോൾ എന്തിൻ്റെ മറ്റേ ഇത് ഡയമണ്ടിൻ്റെ പിക്കേക്സ് എവിടെ? അപ്പോൾ ആ ഒബ്സിഡിയൻ 3 ഒബ്സിഡിയൻ മൈൻഡ് ചെയ്യാണ്ട് വരട്ടെ. എന്താടാ? ആ, നമ്മുടെ ഫാം അടിപൊളിയാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ. ഇവിടെ ഒരു ചുമ്മാ ഒരു രസത്തിന് ഈ ഫാം, ഇത് നമ്മുടെ മെയിൻ ഫാം. ഇനി ഇതിൽ വലിയ നമ്മളിപ്പോൾ ഉണ്ടാക്കും, കണ്ടാണ് ഞങ്ങൾ. എന്തായാലും പോയി നമ്മുടെ കേവ് ഉണ്ടായിരുന്നു, ഈ കേവ് കുറച്ചൊന്നുമില്ല. തൽക്കാലം കാര്യം ചെയ്യും, ഇനി രാത്രി അവിടെ പോകണ്ടേ, തൽക്കാലം ഈ ഒബ്സിഡിയൻ എടുക്കാം, പിന്നെ ഇത് നമുക്ക് കത്തിക്കാം. എന്തായാലും ഇപ്പോഴൊക്കെ നമ്മൾ പോകത്തില്ല. ഇവിടെ സൗണ്ട് കേട്ടോ, വേഗട്ടെ. ഓക്കെ, പൊട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഓക്കെ, നമ്മൾ ഇത്ര സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഡയമണ്ടോട് എടുത്തിട്ട് നമുക്ക് വേണ്ട സാധനം അങ്ങ് ഉണ്ടാക്കി എടുത്തേക്കാം. എന്നിട്ട് ഇപ്പോൾ കുറച്ച് മെയിൻ സാധനങ്ങൾ ഇതിലൂടെ ഇനി എന്ത് വേണ്ടത്? ബുക്ക് അതുണ്ടാക്കിയില്ല. ഇങ്ങോട്ട് ഒരു ബുക്ക്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് ഒക്കെ പിന്നെ അതൊന്നും ഇപ്പം ഇല്ല. ഇനിയും വേണോ? ഒബ്സിഡിയൻ എന്താ പറ്റാത്ത കൊണ്ട് ഡയമണ്ട് ഇഷ്ടം പോലുണ്ട്. 2 3 4 ഒബ്സിഡിയൻ വേണോ? ഒബ്സിഡിയൻ മാറിപ്പോയി. ഒക്കെ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പോയാലോ? അത്രേ ഉള്ളൂ. ഒക്കെ ഉറങ്ങി കണ്ടിട്ട് നമുക്ക് ആ ഒരു ഒബ്സിഡിയൻ പോയി എടുത്തേക്കാം. ഈ വേറെ ആരും വരാതെ കാണാതെ നമുക്ക് ഇതൊന്നും എടുക്കാം. 4 ഒബ്സിഡിയൻ ഇതോടെ ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ അതിൻ്റെ ചെയ്യാം. എൻ്റെ ആ ഡയമണ്ട് സ്വരം എന്താ അതോടെ നമുക്ക് സെറ്റാക്കിയിട്ട് പോകാം. മൈ ഡ്രീം സക്സസ്. ഇതുവരെ മൈൻക്രാഫ്റ്റിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് സത്യം. എൻ്റെ ടോർച്ച് ഈ ഒരു ടോർച്ച് കിട്ടുന്നത്. ആ ടോർച്ച് ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കേട്ട് നമ്മുടെ എന്തേ ടൂളെന്തേ കേട്ടോ, വാ. ഞാൻ ഇതുവരെ ഉപയോഗിക്കാത്ത സാധനമാണ്. ഒരു സാധനം ഉണ്ട്, ലാപ്പിസിലെ സൂര്യ കറിക്കോട്ട് വെച്ചിട്ട് ലാപ്പിസ് സ്മൈത്ത് ഷാർപ്നെസ് ഇരിക്കട്ടെ. ഷാർപ്നെസ് ആയിട്ടുണ്ട്. ഇനി ബെസ്റ്റ് ഈ ബോയ്ക്ക് ഫ്ലെയിം കിട്ടുമോ നോക്കട്ടെ. ഫ്ലെയിം ആണെങ്കിൽ നമുക്ക് നെതറി പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. പവർ അൺബ്രേക്കിംഗ്, അത് അൺബ്രേക്കിംഗ് ഇതിനല്ല, ഇതിനുണ്ടോ അൺബ്രേക്കിംഗ്? എഫിഷ്യൻസി 1. എൻ്റെ XP കുറവാണ്. ഓക്കെ, എഫിഷ്യൻസി ആഡ് ചെയ്തിട്ട് ഓക്കെ. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ആർമേഴ്സ് ഒക്കെ എനിക്ക് XP കൂടിയിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? നോക്കട്ടെ, ഒരു ആർമറിങ് എടുത്തതിൻ്റെ അൺബ്രേക്കിംഗ് പ്രൊട്ടക്ഷൻ, ഫയർ പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ടല്ലേ? ഇല്ല നമ്മുടെ കയ്യിൽ. ഈ ബോയോടെ ചെയ്തിട്ട് നമുക്ക് പോയേക്കാം. പവർ അത് വേണ്ട, 6 XP ഉണ്ട്, അത് വെച്ച് ഷാർപ്നെസ്സും ഇത്ര 4 XP. ഷാർപ്നെസ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തേക്കാം. 4 XP കൂടെ ഈ അയൺ പിക്കാക്സ് എന്തെങ്കിലും
എഫിഷ്യൻസി. ഓക്കെ ഓക്കെ, എല്ലാം നമ്മൾ എൻചാൻറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട്. ഓക്കെ, ഇതല്ലേ നമ്മൾ എൻചാൻറ്റ് ചെയ്ത സാധനം. എല്ലാം എൻചാൻറ്റ് ചെയ്തതല്ലേ. ഈ ഒരു സൈഡിലോട്ട് വയ്ക്കട്ടെ. വേറെ എന്തെങ്കിലും എൻചാൻറ്റ്? നമ്മുടെ ഈ ഒരു പിക്കാക്സോടെ എൻചാൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എൻചാൻറ്റ് കിട്ടിയ നമുക്ക് അയൺ പിക്കാക്സ്, ഡയമണ്ട് പിക്കാക്സ്, ബോ, ഡയമണ്ട് സോഡ്. ബോയ്ക്ക് പവർ 1, ഷാർപ്നെസ് സ്ലീപ്പിംഗ് അടിച്ചൊക്കെ ഇട്ട്. ഷാർപ്നെസ് 1 ഇതിനെടുത്തു. പിന്നെ എഫിഷ്യൻസി അടിയിട്ടുണ്ട്. അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ ഇത്രയും സെറ്റപ്പ് എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം എല്ലാവർക്കും ബായ്.